അമ്മേ, നീ അച്ഛനോട് ചോദിക്കും മോളെ. എനിക്കതിലൊന്നും താല്പര്യമില്ല. നമ്മൾ നമ്മുടെ ജോലി മര്യാദയ്ക്ക് ചെയ്താ പോരെ? അച്ഛാ, ജസ്റ്റ് എ മിനിറ്റ്. എന്താടാ ഇതാരാ അച്ഛാ? ഒന്ന് വെയിറ്റ് ചെയ്യും. ഫോൺ റിങ് ചെയ്യുന്നു. ചിറ്റയുടെ ഫോണല്ലേ ഇത്? ഫോൺ കൊണ്ടേ കൊടുക്ക്. ചിറ്റയുടെ ഫോൺ കൊണ്ടേ കൊടുക്ക്. ഇങ്ങതാ വന്ന് വന്ന് ബെഡ്റൂമിൽ പോലും ഒരു പ്രൈവസി ഇല്ലാതായി. ഹലോ. അയ്യോ, മാനസ കുളിക്കുകയാണല്ലോ. ഞാൻ തിരിച്ചു വിളിക്കാൻ പറയാം. ദൈവത്തിന് ഷേർലിന്ന് പേരുണ്ടോ? കേസ് പിൻവലിക്കാനുള്ള അച്ഛന്റെ തീരുമാനം എന്തായാലും ബുദ്ധിയായി. ഇനിയിപ്പോ വേറെ ഹെഡേക്ക് ഒന്നുമില്ലല്ലോ. നിന്റെ ബ്രദറിലോ ആകാൻ പോകുന്ന ആ SP ഇല്ലേ, ഹരിശങ്കർ, അയാളൊരു മുണ്ണയാ. പക്ഷെ അയാൾ ഈ കേസ് ഏൽപ്പിച്ചുള്ള CA ഇല്ലേ, സുഷമ, ഇതാണെന്നല്ലേ പറഞ്ഞത്? ആർ യു ഷുവർ അബൌട്ട് ഇറ്റ്? അത് ഞങ്ങൾ രേഖാമൂലം എഴുതി തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടൊന്നും ആയില്ലല്ലോ അരവിന്ദാക്ഷ സാറേ. ആയല്ലോ CA സാറേ. എന്റെ മോന് നേരെ ആള് മാറി ഒരാക്രമണം ഉണ്ടായി. ഞങ്ങൾക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ എനിക്കതങ്ങ് അത്രയ്ക്ക് ബോധ്യം വന്നില്ല. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? പിന്നെ ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ ഒരു മംഗളകർമ്മം നടക്കാനുള്ള വീടായത്. ഇവിടെ ഇങ്ങനെ എപ്പോഴും പോലീസ് കയറി നിരങ്ങുന്നത് ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല. എനിക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ വരേണ്ടി വന്നാൽ വരാതിരിക്കാൻ പറ്റുമോ അരവിന്ദാക്ഷ സാറേ? നിങ്ങൾ എന്തോ ഈ പറഞ്ഞു വരുന്നത്? വേണുഗോപനെ കുത്തിയ ആ പയ്യനില്ലേ, അവനൊരു പെങ്ങളുണ്ട്, അവൾക്കൊരു കുട്ടിയും. ഒരു മനുഷ്യ സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടാണെങ്കിൽ ആകാശത്തൊന്ന് പൊട്ടി വീണ് കിട്ടുമൊന്നുമില്ലല്ലോ. അതിനെപ്പറ്റിയൊക്കെ ചില കഥകള് അവളെന്നോട് പറഞ്ഞു. പക്ഷേ ഒന്നിനൊരു ലോജിക്കില്ല. നൗ ഐ ആം സീരിയസ്ലി സസ്പെക്ടിങ് ആ അറ്റംപ്റ്റ് ആൾ അറിഞ്ഞു തന്നെ ഉണ്ടായതാണോ എന്ന്. എല്ലാം അങ്ങ് കഴിഞ്ഞു എന്ന് കരുതി ഒരു ചുവപ്പ് നാടയിട്ട് ഇപ്പോഴേ അതങ്ങ് കൂട്ടിക്കെട്ടി വെക്കണ്ട. ഒരു നൂലിഴയുടെ സംശയം ഉണ്ടായാൽ ഏത് കടുങ്കെട്ടും ഈ സുഷമ അഴിച്ചെടുത്തു. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ അരവിന്ദാക്ഷ സാറേ. മോളെ, ഇടയ്ക്ക് മോളെയും കുഞ്ഞിനെയും ഒക്കെ ഞാൻ വന്നൊന്ന് അന്വേഷിക്കണ്ടായോ? മോളുടെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് ഒന്നും ഇല്ലാതെ ഈ പടി ഞാൻ ചവിട്ടത്തില്ലായിരുന്നു. എന്താ നിങ്ങളുടെ ഭാവം? മോക്ക് ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേലും അമ്മയ്ക്കൊരു സമ്മാനമുണ്ട്. ഐശ്വര്യമായിട്ട് 2 കൈ നീട്ടി ഇതങ്ങ് വാങ്ങണം. എന്താ ഇതില്? വേറൊന്നും അല്ല മോളെ, ഈ പാവപ്പെട്ടവൻ ഇക്കാലയളവിനിടെ അരഷ്ടിച്ചുണ്ടാക്കിയ കുറച്ച് കാശാണ്. ഒരു 25 ലക്ഷം രൂപ വരും. നിങ്ങളുടെ കാശൊന്നും ഇവിടെ ആർക്കും വേണ്ട. ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ. ഞാനിങ്ങനെ മോളുമായിട്ട് കുറച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമ്മൾ പ്രായവും പക്വതയൊക്കെ വന്നവരല്ലയോ, ഒരുപാട് ജീവിതം കണ്ടവര്. ഞാൻ പറയുന്നത് മോക്ക് മനസ്സിലായില്ലെങ്കിലും ചേച്ചിക്ക് മനസ്സിലാവും. ഒരു ആക്സിഡന്റ് പറ്റി നമ്മുടെ ഒരു കൈ അന്ന് പോയെന്നിരിക്കട്ടെ. കൈ പോയെന്നും പറഞ്ഞ് അവശേഷിച്ച കാലം മുഴുവൻ ജീവിതം കരഞ്ഞു തീർക്കാൻ പറ്റും? കൈയില്ലെന്നുള്ള സത്യവുമായിട്ട് പൊരുത്തപ്പെടുക ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. അതുപോലെ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ പഠിക്കണം. ഹലോ. അയാൾ ഇന്ന് വീട്ടിൽ വന്നിരുന്നു. ആര്? വേണുഗോപനോ? അല്ല, അയാളുടെ അച്ഛൻ അരവിന്ദാക്ഷൻ. എന്നിട്ട് എന്റെ മാനത്തിന് വിലയിടാൻ അയാളുടെ മോന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന്റെ പിതൃത്വത്തിന് വിലയിടാൻ കോട്ടയും കിഴിച്ചും പലിശയടക്കം 25 ലക്ഷം രൂപയാ അയാൾ ഞങ്ങൾക്ക് വിലയിട്ടത്. എന്നിട്ട് മാടിനെ വാങ്ങാൻ പോകുന്ന പോലെ റെഡി ക്യാഷുമായിട്ടാ അയാൾ കയറി വന്നത്. മുഖത്താട്ടി ഇറക്കി വിടേണ്ടി വന്നു. എന്നിട്ട് മര്യാദയ്ക്ക് പണം വാങ്ങി ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ ഭൂമിയെ ജീവിച്ചിരുന്നതിന്റെ ഒരു സൂചന പോലും അവശേഷിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടാ അയാൾ ഇറങ്ങിപ്പോയത്. ഉമിത്തി എരിഞ്ഞു തുടങ്ങി അംബികെ.
നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം. പേടിയാവുന്നു മാനസേ. മരിക്കാൻ മടിയുണ്ടായിട്ടല്ല, എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോള്. ഇതൊക്കെ ഒന്ന് പറഞ്ഞ് കരയാൻ പോലും എനിക്കും അമ്മയ്ക്കും വേറെ ആരുമില്ല. അംബിക ധൈര്യമായിട്ടിരിക്കെ. ഇപ്പൊ നിങ്ങളൊന്നും ചെയ്യണ്ട. നാളെ ലോകത്തിന് മുന്നിൽ ഒരു പരിഹാസപാത്രമായി നിൽക്കേണ്ടി വരില്ലേ അവൾക്ക്? ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ കളി തുടങ്ങിയത്. അംബികയും ഗോപുമോളെയും രക്ഷിക്കാൻ വേണ്ടി മാത്രമാ. പറഞ്ഞു കേട്ടിടത്തോളം അരവിന്ദാക്ഷൻ പുറത്തെടുക്കട്ടെ അയാൾ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം. അയാളുടെ ഗെയിം തീരുന്നിടത്ത് നിന്ന് നമ്മുടെ ഗെയിം തുടങ്ങാം.